ഗസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായകമായ ചർച്ച നാളെ. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ചർച്ച. കരാർ അട്ടിമറിക്കാൻ ഇസ്രായേലിനെ അനുവദിക്കരുതെന്ന് അമേരിക്കയോട് മധ്യസ്ഥ രാജ്യങ്ങൾ. പ്രതികൂല കാലാവസ്ഥയിൽ ഗസയിൽ 2 മരണം. വെസ്റ്റ് ബാങ്കിലെ ഗബാദിയയിൽ സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച് ഇസ്രായേൽ. സൊമാലിലാൻഡിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ഇസ്രായേൽ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. MC നാസർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, വെടിനിർത്തൽ കരാർ ലംഘനം തുടർച്ചയായി ഇസ്രായേൽ നടത്തുന്നു. 2ാം ഘട്ട വെടിനിർത്തൽ ഉടൻ വേണമെന്നുള്ള സമ്മർദ്ദം ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇസ്രായേൽ മേൽ ഉണ്ടാകുന്നു. ഇതിനിടയിലാണ് നിർണായകമായ കൂടിക്കാഴ്ച നാളെ US പ്രസിഡന്റും ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ നടക്കുന്നത്. എത്രത്തോളം നിർണായകമാണ്? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? നാളെ വൈകിട്ട് അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ച നടക്കാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്ടോബർ 10 മുതൽ പ്രാബല്യത്തിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിയുടെ ആ തുടർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ വരിക. ഈ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. എന്തായാലും ഈ വെടിനിർത്തലും സമാധാന പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ് അമേരിക്കയുള്ളത്. പക്ഷേ ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത്. ആ നിലപാടിൽ ഇസ്രായേൽ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ ഗസയിലെ ഈ സമാധാന പദ്ധതി തകരുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ ചർച്ചയിൽ വരുന്നത് ഇതുതന്നെയായിരിക്കും. അതോടൊപ്പം ഇറാനെതിരായിട്ട് കൂടുതൽ ആക്രമണം വേണമെന്ന ഒരു നിലപാടിലേക്കും ഇസ്രായേൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വിപുലമായ തോതിൽ വികസിപ്പിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണ് എന്നൊരു ആരോപണമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കൻ പിന്തുണയോടുകൂടി വീണ്ടും ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളും നാളെ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ജീന നാസർ, ഒപ്പം തന്നെ ഈ 2ാം ഘട്ട വെടിനിർത്തൽ അട്ടിമറിക്കാനുള്ള ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ടെന്നുള്ള സൂചന ഈജിപ്ത് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് നേരിടാനുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ സേന പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് പിൻവാങ്ങുകയും പകരം അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസത്തിലോടുകൂടി ഗസയിലെ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുക എന്നതായിരുന്നു നേരത്തെ മുന്നോട്ട് വെച്ച ട്രംപിന്റെ 20 ദിന പദ്ധതിയിൽ വ്യക്തമായി പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിന്റെ പ്രയോഗവൽക്കരണം സംബന്ധിച്ച് ഇനിയും ഒരു കൃത്യതയിലേക്ക് എത്തിയിട്ടില്ല. ഏതൊക്കെ രാജ്യങ്ങൾ സൈന്യത്തെ അയക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഖത്തറിന്റെയും തുർക്കിയുടെയും സേനയെ ഗസയിൽ അനുവദിക്കുകയില്ല എന്നൊരു നിലപാടിലാണ് ഇസ്രായേൽ നേരത്തെ മുതലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ ആ നിലപാടിൽ നിന്നും ഇസ്രായേൽ പിന്മാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ തങ്ങൾ സേനയെ അയക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന ഒരു നിലപാട് കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തികഞ്ഞ അവ്യക്തതയാണ് നിലനിൽക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ സേനയെ അയക്കുമെന്ന കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഒരു പുതിയ ഒരു ഇടക്കാല സർക്കാർ ഗസയിൽ രൂപവൽക്കരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടില്ല. കാരണം പൂർണ്ണമായിട്ടും പലസ്തീനികളുടേതല്ലാത്ത ഒരു ഭരണ സംവിധാനത്തെ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭിന്നത വളരെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2ാം ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ആവശ്യമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ട്രംപും നെതന്യാഹുവും നടക്കുന്ന ചർച്ചയിൽ തന്നെ ഒരുപക്ഷെ ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഈ 2ാം ഘട്ട വെടിനിർത്തൽ ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഒരു പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ട് എന്ന മാധ്യമ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും നാളെ അർദ്ധരാത്രിയോടുകൂടി ട്രംപിന്റെ ആ പ്രഖ്യാപനമായിരിക്കും ഗസയുടെ സമാധാന പദ്ധതിയുമായി. ഈ തുടരുന്ന യുദ്ധത്തിനിടയിലും പ്രതികൂല കാലാവസ്ഥയിൽ ഗസ ജനത വലയുന്നു എന്ന് മനസ്സിലാക്കുന്നു. 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും അറിയുന്നു. എന്താണ് സാഹചര്യം? തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ, കൊടുങ്കാറ്റും അതോടൊപ്പം തന്നെ പേമാരിയും ഒക്കെ വലിയ തോതിൽ നാശം വിതച്ച ഗസയിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും സഹായങ്ങളും എത്തിക്കാനുള്ള ലോകത്തിന്റെ അഭ്യർത്ഥന പോലും ഇസ്രായേൽ നിരാകരിക്കുകയായിരുന്നു. ഇന്നിപ്പം വീണ്ടും വ്യാപകമായിട്ടുള്ള കാറ്റിനെ തുടർന്നാണ് 2 മരണം, ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർ മരണപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ പ്രതികൂലമായ കാലാവസ്ഥ തുടരുമ്പോൾ ഗസയിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ
വലിയ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കാരണം താൽക്കാലിക ടെന്റുകൾ പലതും തകർന്നടിഞ്ഞ ഒരു സാഹചര്യത്തിൽ അവർക്ക് കയറി കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ആയിരങ്ങൾ ഇപ്പോൾ പോലും കഴിഞ്ഞുകൂടുന്നത്. അതോടൊപ്പം തന്നെയാണ് താൽക്കാലിക ടെന്റുകളുടെ അഭാവം, വെള്ളം, കുടിവെള്ളം, അതോടൊപ്പം തന്നെ മരുന്നുകളുടെ കുറവ്, ആശുപത്രികൾ പലതും സ്തംഭനാവസ്ഥയിലാണ്. അപ്പൊ ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിലും കൂടുതൽ സഹായം എത്തിക്കണമെന്നൊരു അഭ്യർത്ഥന ഇസ്രായേൽ നിരാകരിക്കുന്നതാണ് നിലവിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി സങ്കീർണമാക്കുന്ന ഘടകം. ഇതിൽ ശക്തമായിട്ടുള്ള ഒരു നീക്കം വേണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ നെതന്യാഹുവിന് മുമ്പാകെ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ട്രംപ് സാധ്യതയുണ്ട് എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ സൂചന നൽകുന്നത്. നാസർ, ഇതിനിടയിലും അവശ്യ വസ്തുക്കളുടെ സഹായവുമായി സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഗസയിലേക്ക് സൗദി സഹായം എത്തിക്കുന്നത്? ജീന, നേരത്തെ ഉള്ളതുപോലെ തന്നെ UAE, ഖത്തർ, സൗദി അറേബ്യ ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും തങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സഹായ സംവിധാനങ്ങൾ തുടരുന്നുണ്ട്. പക്ഷെ അത് വളരെ കുറഞ്ഞ ജനതയിലേക്ക് മാത്രമാണ് എത്തുന്നത്. 20 ലക്ഷത്തിലധികം വരുന്ന പലസ്തീനി ജനതയെ സംബന്ധിച്ചിടത്തോളം 2 കൊല്ലം നീണ്ട ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ അതിനെ തുടർന്നുണ്ടാക്കിയ ഏറ്റവും ആപൽക്കരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇനിയും പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും നീങ്ങിയിട്ടില്ല. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള നീക്കമുണ്ടായിട്ടില്ല. അപ്പൊ ഇത്രയും പ്രയാസകരമായ ഒരു അവസ്ഥയിൽ വളരെ ചെറിയ തോതിലുള്ള ഒരു സേവനവും സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ മാത്രമാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് സാധിക്കുന്നത്. അതും ഇസ്രായേലിന് പല രാജ്യങ്ങളുടെയും നീക്കങ്ങൾക്ക് വിലങ്ങുതടിയാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ തോതിലേക്ക് ഈ സഹായം ലഭ്യമാക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം തന്നെ വേണ്ടതുണ്ട്. അത് നീളുന്നതാണ് ഈ പലസ്തീൻ ജനതയുടെ അവസ്ഥ ഏറ്റവും ദുരിതപൂർണമാക്കി മാറ്റിയിരിക്കുന്നതും. ശരി നാസർ, ഏതായാലും ഗസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടയിലാണ് നാളെ അമേരിക്കയിൽ നിർണായകമായ ചർച്ച നടക്കുന്നത്. നാളെ വൈകിട്ടാണ് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച നടക്കുന്നത്. ഇതിനിടയിൽ ഗസയിൽ പ്രതികൂല കാലാവസ്ഥയിൽ 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. വെസ്റ്റ് ബാങ്കിലെ ഗബാദിയയിൽ സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൊമാലിലാൻഡിനെ സ്വതന്ത്ര രാജ്യം അംഗീകരിച്ച ഇസ്രായേൽ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.